കീം 2024 എഴുതിയവരാണ് നിങ്ങളെങ്കിൽ ഓരോ കോഴ്സിൻ്റെയും മിനിമം പാസ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രോസ്പെക്ടസ് അനുസരിച്ച് അത് എത്രയൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ കേസാണ്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ കേസിൽ ഈ ഒരു കാൻഡിഡേറ്റ് മിനിമം നോർമലൈസ്ഡ് സ്കോർ ആയിട്ടുള്ള 10 മാർക്ക് മേടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരൂ. ഇനി SC/ST കാൻഡിഡേറ്റ്സിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോ റിക്വയർമെൻറ്റ്സ് ഓഫ് മിനിമം സ്കോറാണ്. അതായത് മിനിമം സ്കോർ എത്ര മേടിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാതിരുന്നാൽ ദേ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് MBBSൻ്റെ കേസാണ്. അതായത് MBBS, BDS, അതുപോലെ തന്നെ BAMS, BHMS, BSMS, BUMS തുടങ്ങിയ കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ, റാങ്ക് ലിസ്റ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നീറ്റ്, ഈ വർഷം നടത്തിയ നീറ്റ് UG 2024 മിനിമം 15% അതായത് 50% സ്കോർ ചെയ്തിരിക്കണം. മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇനി SC/ST അതുപോലെ തന്നെ SC/BC കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 40%, 40%. ഇനി ഡിസബിലിറ്റി കാറ്റഗറിക്കും സെപ്പറേറ്റ് ആനുകൂല്യങ്ങളുണ്ട്. ഇനി ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഡിസേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം 45% മേടിച്ചിരിക്കണം. അതുപോലെ തന്നെ SC/ST, SC/BC കാറ്റഗറിയിൽ പെടുന്ന ഡിസേബിൾ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം 14% മേടിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ഇൻ ബയോടെക്നോളജി, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ്, അതുപോലെ തന്നെ ഫിഷറീസ് തുടങ്ങിയ കോഴ്സുകളാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി നേടണമെന്നുണ്ടെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ നീറ്റ് UGക്ക്, അതായത് ഈ വർഷം നടന്ന നീറ്റ് 2024 മിനിമം 20 മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഇനി SC/ST സ്റ്റുഡൻസിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇവർക്ക് മിനിമം റിക്വയർമെൻറ്റ്, അതായത് മിനിമം മാർക്ക് എന്ന് പറഞ്ഞിട്ട് റിക്വയർമെൻറ്റ് കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോഴ്സിലാണ്. ഇനി ആർക്കിടെക്ചർ കോഴ്സുകളുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ഒരു കോഴ്സിന് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ, അതായത് NATA 2024 ഒരു മിനിമം എലിജിബിലിറ്റി മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. ആ ഒരു മിനിമം എലിജിബിലിറ്റി മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ നാറ്റയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ആ ഒരു സ്കോർ കാർഡിൽ അത് മെൻഷൻ ചെയ്തിരിക്കും. മിനിമം എലിജിബിലിറ്റി സ്കോർ മേടിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാൻഡിഡേറ്റ്സ് 31/7/2024, അതായത് ഈ വരുന്ന ജൂലൈ 31 മുമ്പ് നാറ്റ ക്വാളിഫൈ ചെയ്തവരായിരിക്കണമെന്നും ഒരു നിബന്ധനയുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ BPharm കോഴ്സ്. BPharm കോഴ്സിൻ്റെ കേസിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മിനിമം നോർമലൈസ്ഡ് സ്കോർ ആയിട്ടുള്ള 10 മാർക്ക് മേടിച്ചിരിക്കണം. ഔട്ട് ഓഫ് ഇൻഡെക്സ് ഓഫ് 300 ആണ്, അതായത് 300 മിനിമം 10 മാർക്കെങ്കിലും നോർമലൈസ്ഡ് സ്കോർ നിങ്ങൾ മേടിച്ചിരിക്കണം. അങ്ങനെ മേടിക്കാത്ത പക്ഷം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് പറ്റില്ല. ഇനി ഇവിടെ SC/ST കാൻഡിഡേറ്റ്സിന് ഒരു എക്സംഷൻ ഉണ്ട്. അതായത് ഇവർക്ക് മിനിമം സ്കോർ എന്ന് പറഞ്ഞിട്ട് റിക്വയർമെൻ്റ് ഇല്ല. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ എക്സാമിന് ഫിസിക്സും കെമിസ്ട്രി ഉണ്ടായിരുന്നു, അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, അതായത് മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ദേ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഇത്രയാണ് ഇൻഫർമേഷൻസ്.